സൂസൈഡ് ചെയ്യാൻ വന്നതാണോ? അല്ല, ഡോക്ടറിനോടും വക്കീലിനോടും വഴി കൂടെ പോകുന്നവരോടും കള്ളം പറയായിരുന്നു. ആ മൂന്നാമത്തെ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അതിപ്പോ ആയതാ. ഞാൻ ആത്മഹത്യ വന്നതെന്ന് തന്നോട് ആര് പറഞ്ഞു? ഇല്ല, നീ ഇവിടെ വിളവെടുക്കാൻ വന്നത്. ഒന്നെങ്കിൽ ഇവിടെ വരുന്നത് കമിതാക്കൾ അല്ലെങ്കിൽ പുകവലിക്കുക, ഇല്ലെങ്കിൽ ആ പോയ ഇട്ടാപ്പട്ടി. ഇത് മൂന്നിലും പെടാത്ത സ്ഥിതിക്ക് കൺഫേം നീ സൂസൈഡ് ചെയ്യാൻ വന്നതാണ്. പേടിക്കണ്ട, ഞാനൊരു സ്പീക്കറാണ്. ബ്ലൂടൂത്ത് മോട്ടിവേഷൻ സ്പീക്കറിന്റെ വെടലക്കുരുവി. ഞാൻ ഈ തകർന്ന് തരിപ്പടമായി നിൽക്കുന്ന ആൾക്കാരെയും ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ആൾക്കാരെയും തള്ളിയിടൂ. മറികടക്കാൻ സഹായിക്കും. അതുകൊണ്ട് ബ്രോയുടെ എന്ത് പ്രശ്നമെന്ന് പറഞ്ഞു ഞാൻ തീർത്തു തരും. എനിക്കൊരു 8 ലക്ഷം രൂപയുടെ കടമുണ്ട്, തീർത്തു തരുമോ? പാലിച്ച് വേറെ എന്തിനുണ്ട് പറക്കും. എന്റെ പെണ്ണിട്ടിട്ട് പോയി ബ്രോ. ഓ, ഞാൻ കടക്കണില്ല ബ്രോ. എനിക്ക് കൂട്ടുകാരില്ല ബ്രോ. എനിക്ക് വിശ്വാസമില്ല ബ്രോ. ഇതിലും വേറെ നീ ചാടുന്നതായിരുന്നടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ പുല്ല്. ബ്രോ, പെണ്ണല്ല ജീവിതം, കാശല്ല ജീവിതം, കൂട്ടുകാരല്ല ജീവിതം. നമ്മൾ ഒറ്റയ്ക്ക് വട്ടത്തിൽ ഊഞ്ഞാലാടിയാൽ ഒറ്റയ്ക്ക് പൊരുതണം ബ്രോ. അതാണ് നമ്മൾ മനുഷ്യർ. കുറച്ചുകൂടെ താ ബ്രോ. എന്ത് ആ മോട്ടിവേഷൻ വയ്യേടാ നിനക്ക്. ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല ബ്രോ. ഓ, കേട്ട് കേട്ട് മടുത്ത ബ്രോ. ജീവിതം ഒന്നേ ഉള്ളു ബ്രോ. അതല്ലേ തീർക്കാൻ നോക്കിയ. ഓ, നിനക്ക് ഫ്രഷ് വേണോ അല്ലേ? ആലോചിക്കട്ടെ ബ്രോ. നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു നാൾ മരിക്കാനാണ് ബ്രോ. 6 അടി മണ്ണിനുള്ളിലുള്ള പുഴുക്കൾക്കുള്ളതാണ് ബ്രോ നമ്മുടെ ശരീരം. അതേസമയം നമ്മൾ മരിക്കുമ്പോൾ 5 പോലീസുകാർ നിന്ന് ആകാശത്തേക്ക് നോക്കി വെടിവെക്കുന്നത് എന്താ ബ്രോ? കുളിക്കുമോ?